പോണ്ടിച്ചേരിയിലേക്ക് ഞങ്ങൾ സഹപ്രവർത്തകർ ഒത്തുചേർന്ന് കോഴിക്കോട് നിന്ന് ട്രെയിനിലാണ് പുറപ്പെട്ടത്. എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമുള്ള ഈ ട്രെയിനിൽ രാത്രി കയറിയാൽ പിറ്റേന്ന് 10:30 മണിയോടെ പോണ്ടിച്ചേരി എത്താം. കോട്ടക്കുപ്പം എന്ന സ്ഥലത്ത് കടൽ തീരത്തേക്ക് നടന്നെത്താവുന്ന അകലത്തിലാണ് ഞങ്ങൾ താമസ സ്ഥലം ബുക്ക് ചെയ്തിരുന്നത്. അവർ ഏർലി ചെക്കിൻ അനുവദിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷായി ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു. ഓറോ ബീച്ച്, സെറീനിറ്റി ബീച്ചിൻ്റെയൊക്കെ ഒരു പരിസരമായിരുന്നു ഇവിടം. സന്ദർശകരുടെ തിരക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. കൂടുതലും മത്സ്യബന്ധന തൊഴിലാളികളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അവിടെയുള്ളത്. അവർ കടലിൽ പോകുന്ന നിറപ്പകിട്ടുള്ള ബോട്ടുകളും തീരത്തടിഞ്ഞു കിടക്കുന്ന പഫർ ഫിഷ് അടക്കമുള്ള പലവിധ മത്സ്യങ്ങളും, വൃത്തിയുള്ള വെള്ള മണലിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്ന തിരകളും, പാട്ടിൽ പറഞ്ഞ പോലെ ദൂരെ സാഗരം തേടുന്ന പോക്കുവെയിൽ പൊന്നാളവും കണ്ട് ഞങ്ങൾ മതിമറന്ന് നിന്നപ്പോഴേക്കും ഇപ്പോൾ പോയ പോണ്ടിച്ചേരി മ്യൂസിയം നമുക്ക് കാണാം എന്ന് കൂട്ടുകാരിലൊരാൾ പറഞ്ഞു. ശരി, സൂര്യോദയം കാണാൻ നമുക്ക് അതിരാവിലെ എണീറ്റ് ഇവിടെ തന്നെ വരാം എന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ടു. മ്യൂസിയം ആരംഭിച്ചത് 1983-ലാണെങ്കിലും ഈ കെട്ടിടം 1700-കളിലേതാണ്. മ്യൂസിയം ഫ്രഞ്ച് ഭരണകാലത്തെയും ചോള സാമ്രാജ്യത്തെയും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വൈറ്റ് ടൗണിലെ മെയിൻ അട്രാക്ഷനായ റോക്ക് ബീച്ചിലെത്തി. പ്രശസ്ത ശില്പിയായ റോയ് ചൗധരി നിർമ്മിച്ച് 1965 റിപ്പബ്ലിക് ഡേക്ക് അനാച്ഛാദനം ചെയ്ത 8 ഗ്രാനൈറ്റ് പില്ലറുകളുടെ നടുവിൽ നിൽക്കുന്ന ഗാന്ധി പ്രതിമ പോണ്ടിച്ചേരിയുടെ അടയാളം പോലെയാണ്. വളരെ സൗകര്യപ്രദമായും ഭംഗിയായും പണി കഴിപ്പിച്ച കടൽ തീര വാക്ക് വേയിലൂടെ നടക്കുമ്പോൾ വലതുവശത്ത് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ, പഴയ ലൈറ്റ് ഹൗസ് എല്ലാം കാണാം. അവിടുത്തെ ഐക്കോണിക് കഫേകളിൽ ഒന്നായി അറിയപ്പെടുന്ന ബേക്കർ സ്ട്രീറ്റിൽ പോയി കോഫിയൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്ക് സമയം ഇരുട്ടിയിരുന്നു. നിറയെ ഇലക്ട്രിക് ലൈറ്റുകളുടെ വെളിച്ചവും ഇളം തണുപ്പുള്ള കടൽക്കാറ്റും ഇതെല്ലാം ആസ്വദിക്കാൻ അവിടെ എത്തിയ ദേശികളും പരദേശികളും എല്ലാം കൂടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പല നിറത്തിലും മിന്നിക്കൊണ്ടിരുന്ന ലൈറ്റ് ഹൗസ് ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിൻ്റെ ശേഷിപ്പാണ്. അക്കാലത്ത് എണ്ണവിളക്കുകളായിരുന്നത്ര ഉപയോഗിച്ചിരുന്നത്. പോണ്ടി മറീന ബീച്ചിൽ പുതിയ ലൈറ്റ് ഹൗസ് പണിതപ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്തെങ്കിലും സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഗാന്ധി പ്രതിമയുടെ അടുത്ത് വീണ്ടും എത്തി. രാത്രിയിൽ അത് കൂടുതൽ ഗാംഭീര്യം തോന്നിച്ചു. ടാക്സി വിളിച്ച് റൂമിലേക്ക് പോകാൻ ആർക്കും തോന്നാത്തതുകൊണ്ട് വൈറ്റ് ടൗണിൻ്റെ ഇരുട്ട് വൈബുകൾ ആസ്വദിച്ച് ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ നടന്നു. തിരികെ റൂമിലെത്തിയിട്ടും ആർക്കും ഉറങ്ങണ്ട. കഥ പറഞ്ഞും റീൽസ് ഷൂട്ട് ചെയ്തും കുറേ സമയം അങ്ങനെ ഇരുന്നു. പുലർച്ചെ 5:40 ഉണർന്ന് സൂര്യോദയം കാണാൻ പുറപ്പെട്ടപ്പോൾ തലേന്ന് രാത്രി പോകുന്നവർ പൊയ്ക്കോളൂ, എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞവരും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. ചൂണ്ടയും കൊണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയ 2-3 പേരും, കടലിൽ ആഴം കുറഞ്ഞ ഭാഗത്ത് വലയുറപ്പിക്കുന്ന മുക്കുവനും, പിന്നെ ഞങ്ങളും മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. മേഘങ്ങളുടെ ഇടയിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കുന്ന സൂര്യനെയും സൂര്യകിരണങ്ങളെയുമേ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയുള്ളൂ. എങ്കിലും അതിനിടയിൽ മിനിറ്റുകൾ വെച്ച് നിറങ്ങളും പാറ്റേണും മാറ്റി മാറ്റി ആകാശവും കടലും ചേർന്ന് വിസ്മയമൊരുക്കി. സാധാരണഗതിയിൽ എന്തെങ്കിലും പൊളിച്ചെടുക്കുക മാത്രം ചെയ്യാറുള്ള JCB കടൽ തീരം സംരക്ഷിക്കാൻ കടൽ ഭിത്തി കെട്ടുന്നതിന് വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. തിരിച്ചു നടന്നപ്പോഴേക്ക് ഗ്രാമത്തിലെ ചായക്കടകളൊക്കെ സജീവമായിരുന്നു. വീടിനോട് ചേർന്ന് തന്നെ ചെറിയ ചായക്കട നടത്തുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചായയും വാങ്ങിച്ച് ആ കവലയിൽ കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നു. അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങി വൈറ്റ് ടൗൺ പരിസരത്തുള്ള വിനായക ക്ഷേത്രം കണ്ടു. ഓറോവിൽ സന്ദർശനം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അരബിന്ദോ ആശ്രമത്തിൽ പോയത് അതിലാണ് ഉൾപ്പെടുത്തിയത്. ക്രാഫ്റ്റ് ബസാറിൽ പോയി ഇത്തിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ
അടുത്തത് ഇനിയൊരു ലോങ് പിടിക്കണോ അതോ ചെലവ് ചുരുക്കിയുള്ള ഒരു ചെറിയ യാത്ര മതിയോ എന്ന ചൂടേറിയ ചർച്ചയിലായിരുന്നു കൂട്ടുകാർ. വൈറ്റ് ടൗൺ പോലെയുള്ള സ്ഥലങ്ങളും കടൽ തീരും ഹെറിറ്റേജിൽ പെടുത്തി നന്നായി സംരക്ഷിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടതുകൊണ്ടോ എന്തോ ഒരു 6 വർഷം മുൻപ് വന്നപ്പോഴുണ്ടായിരുന്നതിനേക്കാളും പോണ്ടിച്ചേരിയുടെ ഭംഗി അല്പം കുറഞ്ഞു പോയോ എന്നൊരു ചിന്തയിലായിരുന്നു ഞാൻ.